തന്റെ 95-ാമത്തെ വയസ്സിലാണ് യോഹന്നാൻ പത്മോസിലേക്ക് നാട് കടത്തപ്പെടുന്നത്. ഡൊമിനീഷ്യൻ ചക്രവർത്തി അവനെ നാട് കടത്തിയത്. എന്നാൽ ആ പത്മോസിനകത്ത് യോഹന്നാൻ കണ്ടത്, ആത്മവിവശതയിൽ അവൻ കണ്ടത് യഥാർത്ഥ ക്രിസ്തുവിനെയാണ്. അതുവരെ കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാർ, കൂടെയുണ്ടായിരുന്ന എല്ലാവരും തന്നെ വിട്ട് പത്മോസിൽ താൻ ഒറ്റയ്ക്കായപ്പോ അവനോട് കൽപ്പിച്ചതുപോലെ തനിക്ക് വേണ്ടി മരിച്ച, തനിക്ക് വേണ്ടി നിന്ന, തനിക്ക് വേണ്ടി ക്രൂശ് ചുമന്ന യേശുവിനെ അനുഭവിക്കുവാൻ അവന് കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ ഈ പത്മോസിലെ ആരും കടന്നു വരാൻ കഴിയാത്ത, ആർക്കും നടക്കാൻ കഴിയാത്ത വഴിയിലൂടെ നീ നടക്കുന്നില്ലേ? ഈ പത്മോസിനകത്ത് ആരും കാണാത്ത യേശുവിനെ നിങ്ങൾ കാണാൻ പോവുകയാണ്. ആർക്കും അനുഭവിക്കാൻ കഴിയാത്ത ക്രിസ്തുവിനെ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. യാക്കോബ് പറഞ്ഞു, യഹോവ ഇവിടെ ഉണ്ടായിരുന്നു, ഞാനോ അതറിഞ്ഞില്ല. യെസ്, പത്മോസ്, where the God wants to talk to you. ദൈവം നിന്നെ കാണിക്കുന്ന ഈ പത്മോസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഭയപ്പെടരുത് കേട്ടോ. ഈ പത്മോസ് ദൈവം നിനക്ക് വേണ്ടി തന്നതാണ്. യോഹന്നാനെ, നീ മാറോട് ചേർന്നിരുന്നതിന്റെ പ്രതിഫലമാണ് ഈ പത്മോസ്. ഞാൻ നിന്നെ കാണിക്കാൻ പോകുന്നത് നീ എഴുതുക. ദൈവം ചിലരുടെ മേൽ പുതിയത് തുറക്കാൻ പോവുകയാണ്. God bless you. Amen.